നമസ്കാരം. കൈരളി പീപ്പിൾ ടിവിയുടെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ പടക്കളത്തിലേക്ക് സ്വാഗതം. കോട്ടയം ലോകസഭാ മണ്ഡലത്തിലാണ് പടക്കളം ഇന്ന് എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, സവിശേഷമായ ഒട്ടേറെ രാഷ്ട്രീയ ചിത്രങ്ങളുള്ള ഒരു മണ്ഡലമാണ് ലോകസഭാ മണ്ഡലമാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ടതുമുണ്ട്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF-നൊപ്പം നിന്ന മണ്ഡലമാണ് കോട്ടയം. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 5 UDF-നെ തുണച്ച ലോകസഭാ മണ്ഡലമാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ UDF-ന് രാഷ്ട്രീയമായൊരു മേൽക്കൈയുണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന മണ്ഡലം. പക്ഷേ അതല്ലാത്ത ഒരു ചരിത്രം കോട്ടയത്തിനുണ്ട്. കാരണം അതിനു മുമ്പ് 3 തവണ ലോകസഭയിലേക്ക് ഇടതുമുന്നണിയുടെ പ്രതിനിധികളാണ് ഇവിടെ നിന്ന് പോയത്. ഒപ്പം തന്നെ അതിനു മുമ്പ് 84-ൽ രാജ്യമാകെ ഇന്ദിരാവധത്തെ തുടർന്നുണ്ടായ തരംഗം ആഞ്ഞടിച്ചപ്പോഴും ഇടതുമുന്നണിക്കൊപ്പം ചെങ്കൊടി പാറിച്ച ഒരു മണ്ഡലം കൂടിയാണ് കോട്ടയം. അതുകൊണ്ട് പ്രവചനാതീതമാണ് കോട്ടയത്തിൻ്റെ ലോകസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇക്കുറിയും വ്യത്യസ്തമായ വിഷയങ്ങൾ ഈ മണ്ഡലത്തിൽ കടന്നുവരും. ഒപ്പം പ്രാദേശികമായ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയാവും എന്ന കാര്യം ഉറപ്പാണ്. നമുക്കാദ്യം നമ്മുടെ അതിഥികളിലേക്ക് പോകാം. 3 മുന്നണികളെയും പ്രതിനിധീകരിച്ച് 3 നേതാക്കളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. UDF-ന്റെ ശ്രീ സ്റ്റീഫൻ ജോർജ്, കേരള കോൺഗ്രസ് എം നേതാവാണ്. PC തോമസ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. NDA പ്രതിനിധീകരിച്ചാണ് എത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. ശ്രീ TR രഘുനാഥ്, CPI-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. CITUവിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ചാണ് എത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ ഈ 3 നേതാക്കൾക്കും അവരവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കുന്നതിന് നമ്മൾ ഒരവസരം നൽകുകയാണ്. അതായത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നണിക്ക് ഈ വോട്ടർമാർ വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? പരമാവധി 3 മിനിറ്റിൽ ചുരുക്കി ഒന്ന് വിശദീകരിക്കുക. ആദ്യം സ്റ്റീഫൻ ജോർജിലേക്ക്. കോട്ടയം പാർലമെൻറ്റിൽ UDF-ന് വോട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നാളിതുവരെ കോട്ടയം പാർലമെൻറ്റിൽ നടക്കാത്ത വികസന പ്രവർത്തനം കഴിഞ്ഞ 5 വർഷം കൊണ്ട് കോട്ടയത്ത് നടക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 5 വർഷം വികസന പ്രവർത്തനം നടത്തിയ ഒരു നിയോജകമണ്ഡലമാണ് കോട്ടയം പാർലമെൻറ്റ് നിയമമെന്ന് ഞാൻ കരുതുകയാണ്. ദക്ഷിണേന്ത്യയിലെ ഏക സ്ഥാപനമായ സയൻസ് സിറ്റി നമ്മുടെ കുറവളങ്ങാട് സ്ഥാപിച്ചത് വർക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ഏക സ്ഥാപനമാണ്. അത് മാത്രമല്ല, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ കോട്ടയത്തെ ഇന്ത്യയുടെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി മാറ്റാൻ, പണ്ട് കാലങ്ങളിൽ വിദേശത്തു നിന്ന് ആളുകളിവിടെ വ്യവസായത്തിന് വേണ്ടിയാണ് വന്നിരുന്നതെങ്കിൽ ഇനി കോട്ടയത്തേക്ക് വിദേശ നാടുകളിൽ നിന്നും വിദ്യാഭ്യാസത്തിന് വേണ്ടി ആളുകൾ വരണം. ആ ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയും അങ്ങനെ ധാരാളം ട്രിപ്പിൾ ഐറ്റിലെ ആദ്യത്തെ ബാച്ച് പുറത്തിറങ്ങി കഴിഞ്ഞു. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് വരെ നടക്കാത്ത വികസന പ്രവർത്തനം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് നിയമത്തിൽ പ്രത്യേകിച്ച് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച്, ഉദാഹരണം പറഞ്ഞാൽ പാലാ, സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന പാലാ ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി, അവിടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റുള്ള മിഷൻ, അത് 5 കോടി രൂപ മുടക്കി. അതെവിടെ നിന്നാണ്? കേന്ദ്ര ഊർജ്ജ ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. ഇപ്പോൾ ഈ ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ കേരളത്തേക്ക് പണം കൊണ്ടുവരാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ച ആളാണ് ജോസ് കെ മാണി. അപ്പോൾ 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനം കഴിഞ്ഞ 5 വർഷം കൊണ്ട് കോട്ടയം നിയോജകമണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞത് ചരിത്ര സംഭവമാണ്. അത് ജനങ്ങൾ തീർച്ചയായും അതിനെ സ്വീകരിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ദേശീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയിൽ നടക്കുന്ന ഭരണത്തിൽ നിന്ന് മോചനം ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദളിതരായിട്ടുള്ള ആളുകളെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നു. എത്ര ദുഃഖകരമായ കാര്യമാണ്. വൻ അഴിമതി. ഇന്നലെയും നമ്മുടെ ഗ്യാസിന് വില കൂടി, പാചകവാതത്തിന് വില കൂടി. ഒരു കാലത്ത് കോൺഗ്രസിനെ താഴെ ഇറക്കിയത്, കഴിഞ്ഞ ഭരണത്തിൽ താഴെ ഇറക്കിയത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്നു പറഞ്ഞാണ്. പക്ഷേ ഇന്നെന്താ സ്ഥിതി? അനുദിനം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ കാണാത്ത അത്ര വലിയ അഴിമതി. നമുക്കറിയാം എന്തെല്ലാം സംഭവങ്ങളാണ്. നമ്മൾ ആകെ നമ്മുടെ കരുതൽ ധനശേഖരം പോലും അത് വേണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നിർബന്ധിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട അന്നത്തെ നമ്മുടെ പഴയ RBI-യുടെ ചെയർമാൻ രാജിവെക്കേണ്ടി വന്ന്, ഊർജിത് പട്ടേൽ രാജിവെക്കേണ്ടി വന്നു. ആ സാഹചര്യമുണ്ടായി. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും കൈയടക്കാൻ ഭരണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സുപ്രീം കോടതി മുതൽ ഇങ്ങോട്ടെടുത്താൽ എല്ലാ സ്ഥാപനങ്ങളെയും, ഭരണഘടനാ സ്ഥാപനങ്ങളെയും തൻ്റെ വരുതിക്ക് വരുത്താനുള്ള തീരുമാനവുമായ നടപടികളുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണമായിരിക്കും വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ശ്രീ PC തോമസ്, എന്തുകൊണ്ട് നിങ്ങളുടെ മുന്നണിക്ക്, NDA മുന്നണിക്ക് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യണം? ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചാൽ, സംസ്ഥാന രാഷ്ട്രീയം പരിശോധിച്ചാൽ, സിറ്റിംഗ് MPയുടെ പ്രവർത്തനം വിലയിരുത്തിയാൽ, NDA അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ള ജനകീയ പദ്ധതികൾ
കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി വന്നാൽ അത് ഊർജ്ജസ്വലമായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നടക്കും എന്നാണ് എൻ്റെ ബോധ്യം. തന്നെയല്ല, ഇങ്ങനെയുള്ള ജനകീയ പദ്ധതികളിൽ ഇപ്പോൾ കൃഷിക്കാർക്ക് 6000 രൂപ വെച്ച് മാസം കിട്ടുന്ന അല്ലെങ്കിൽ ആണ്ടിൽ കിട്ടുന്നത് ചെറുകിട കൃഷിക്കാർക്ക്, അതല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തെമ്പാടും നോക്കിയാൽ ഏറ്റവും സമുന്നതമായ ഒരു ഇൻഷുറൻസ് നമ്മുടെ 5 ലക്ഷം രൂപ വരെ BPLകാർക്ക് ഒരു ചിലവുമില്ലാതെ കിട്ടുന്ന ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്. അതുപോലെ ഗ്യാസ് കണക്ഷൻ ഏതാണ്ട് 8 കോടി പേർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഏതാണ്ട് 6 കോടി വനിതകൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ സുകന്യ പദ്ധതി വളരെ ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ വൻപിച്ച തോതിൽ ഒരു പെൺകുട്ടിക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ എല്ലാ കുടുംബങ്ങൾക്കും വളരെയേറെ പ്രയോജനപ്പെടും. ഇങ്ങനെ 268 പദ്ധതികളുണ്ട്. അവ നടപ്പാക്കിയാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കോട്ടയം മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എമ്പാടുമുള്ള സാധാരണക്കാർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. 2, ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഭാരതത്തെ കൂടുതൽ അംഗീകരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ പ്രയോജനം കൂടുതൽ വരുന്നുണ്ട്, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ കള്ളപ്പണം കുറേയൊക്കെ അക്കൗണ്ടിലേക്ക് വരുന്നു. ഇതുപോലെ ധാരാളം ജനകീയ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നു. തീർച്ചയായിട്ടും NDA അധികാരത്തിൽ വരുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്ന സംസ്ഥാന രാഷ്ട്രീയം തീർച്ചയായിട്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വിലയിരുത്തലല്ല തെരഞ്ഞെടുപ്പ് എങ്കിലും അതും കാര്യമായിട്ട് ജനങ്ങളുടെ മനസ്സിലുണ്ടാവും എന്ന് കരുതുകയാണ്. കേന്ദ്രത്തെ ഉപയോഗിച്ചുകൊണ്ട് പോലും കേരള ഗവൺമെൻറ് വിചാരിച്ചാൽ നടപ്പാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന് എന്തോ ഒരു വൈമുഖ്യം കാണുന്നു. അതെല്ലാം കേരളത്തിൽ വിലയിരുത്തപ്പെടും. താങ്കൾ ദീർഘകാലം MP ആയിരുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ കോട്ടയം MP യുടെ പ്രവർത്തനം എങ്ങനെ വിലയിരുത്താം? മാത്രമല്ല, ഏറ്റവും ഒടുവിലായപ്പോൾ MP മണ്ഡലം ഇട്ടിട്ട് ഓടി എന്നൊരു ആക്ഷേപമൊക്കെ എതിരാളികൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വിലയിരുത്തും? ഒരു രാഷ്ട്രീയ എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾ എന്ന നിലക്ക് വിമർശനാത്മകമായി എങ്ങനെ വിലയിരുത്തും സിറ്റിംഗ് MP യെ? ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും പറയട്ടെ, അങ്ങ് ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ കോട്ടയത്തിന് MP ഇല്ല. കോട്ടയത്തിന് MP ഇല്ലാതായിട്ട് ഏതാണ്ട് 1 വർഷം ആവുകയാണ്. ഇനി അതേ ഭാഗത്ത് നിന്ന് ഒരാൾ ജയിച്ചു വന്നാൽ ഒരു രാജ്യസഭ സീറ്റ് കിട്ടിയാൽ 6 മാസം കഴിയുമ്പോൾ മാറിപ്പോകുമോ എന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഓരോ പാർട്ടിയും വിലയിരുത്തട്ടെ. പക്ഷേ ഒരു കാര്യം ശരിയാണ്, നമ്മുടെ ഒരു ലോക്സഭ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയാണ്. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന വേദിയാണ്. അവിടെ ഒരു പ്രതിനിധി ഇല്ലാതെ പോകേണ്ടി വരുന്നത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരമാണ്. സുഖനാഥ്, LDF പ്രതിനിധി, എന്തുകൊണ്ട് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് കോട്ടയത്തെ വോട്ടർമാർ വോട്ട് ചെയ്യണം? ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 5 വർഷം നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാവസായിക മേഖല, സാമ്പത്തിക മേഖല, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, സമ്പൽ വ്യവസ്ഥയാകെ തകർത്തെറിഞ്ഞ ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിനെതിരെ വ്യാപകമായ പ്രതിരോധവും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് രാജ്യത്തെമ്പാടും ഉയർന്നു വരുന്നുണ്ട് എന്നത് നാം കാണുകയുമുണ്ടായി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹിന്ദി സംസാരിക്കുന്ന 6 സംസ്ഥാനങ്ങളിൽ നിന്നും BJPക്ക് ലഭിച്ചത് 213 പാർലമെൻറ്റ് അംഗങ്ങളെയാണ്. എന്നാൽ 3 പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥിൻ്റെതടക്കം 3 പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 3ലും BJP തോറ്റു. ഇത് സൂചിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഭരണത്തെ ജനങ്ങൾ തൂത്തെറിയും എന്ന് തന്നെയാണ്. ഇടതുപക്ഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യവും അതുതന്നെയാണ്. കേന്ദ്ര നരേന്ദ്രമോദി സംഘപരിവാർ NDA ഗവൺമെൻറ്റിനെ തൂത്തെറിയണം. അതിന് രാജ്യത്തെ ജനങ്ങൾ മാനസികമായി ഒരുങ്ങിക്കഴിയുന്ന സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എങ്കിൽ പോലും ഏതു തെരഞ്ഞെടുപ്പിലും എന്നുള്ളതുപോലെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം കൂടി
കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും. കേരളത്തിലെ 20 പാർലമെൻറ്റ് സീറ്റിലും ആശങ്കയില്ലാതെ ജനങ്ങളെ നേരിടാൻ കഴിയുന്നൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഒട്ടേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 3 വർഷക്കാലത്തിനുള്ളിൽ നേടിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ പോലും അഭിനന്ദനത്തിന് പാത്രമായിട്ടുണ്ട് എന്നത് നമുക്കറിയാം. 3 മഹാപ്രളയമടക്കം 3 കെടുതികൾ ഈ സംസ്ഥാനം 3 വർഷത്തിനുള്ളിൽ നേരിട്ട് എങ്കിലും ആടിയുലയാതെ ഈ സംസ്ഥാനത്തെ മാതൃകാപരമായി സംരക്ഷിച്ച് നിർത്തുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞു. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഈ ചുരുങ്ങിയ 3 മിനിറ്റിനുള്ളിൽ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ജനപക്ഷ രാഷ്ട്രീയത്തെ, ജനകീയ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. ഒരു ബദൽ രാജ്യത്തിന് മുന്നിൽ ഉണ്ടാവണം. പൊതുമേഖലാ സ്ഥാപനം വിറ്റുതുലയ്ക്കുക, ബാങ്കിങ് ലയനത്തിലൂടെ ബാങ്കിങ് മേഖല തകർക്കുക, RBIയിൽ നിന്നും കരുതൽ ധനശേഖരം എടുത്ത് നമ്മുടെ സമ്പന്ന വർഗത്തെ സഹായിക്കുക, കാർഷിക കടം എഴുതിത്തള്ളാതെ സമ്പന്ന മുതലാളിമാരുടെ, ശതകോടീശ്വരന്മാരുടെ കടം എഴുതിത്തള്ളുക, കിട്ടാക്കടം പെരുകുക, രാജ്യത്തെ മത ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്ക് നേരെ അക്രമോത്സുകമായ സംഭവങ്ങൾ അരങ്ങേറുക. ഈ വിധത്തിലാണ് ഈ കാര്യങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത്. സിറ്റിംഗ് MPയുടെ പ്രവർത്തനത്തെ ഇടതുമുന്നണി എങ്ങനെ കാണുന്നു? ഈ മണ്ഡലത്തിൽ MP ഇല്ലല്ലോ, സിറ്റിംഗ് MP ഇല്ല. 1.5 വർഷമായി കോട്ടയത്തെ 11.5 ലക്ഷം ജനങ്ങളെ, വോട്ടർമാരെ അനാഥമാക്കി സിറ്റിംഗ് MP ശ്രീ ജോസ് കെ മാണി ഒളിച്ചോടി. എന്തിനു വേണ്ടി അദ്ദേഹം പോയി എന്ന് ഇതുവരെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ 10 വർഷം കോട്ടയത്തെ വികസനത്തെ മുരടിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്തു. ഞാൻ ഉദാഹരണം പറയാം. ഈ പട്ടണത്തിൽ നിന്നുകൊണ്ടാണ് 10 വർഷം മുമ്പ് ഒരു വാഗ്ദാനം വന്നത്. ഒരു മൊബിലിറ്റി ഹബ്ബ്, ഇത് കോടിമതൈ, അവിടെ ജലഗതാഗതം, ട്രെയിൻ സംവിധാനം, മറ്റേ പൊതുഗതാഗതം. എവിടെയത് വന്നു എന്നാണ് ഇപ്പോൾ സ്റ്റീഫൻ ജോർജ് പറഞ്ഞത്. എവിടെ വന്നു? അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊരു 1 കിലോമീറ്ററേ ഉള്ളൂ. കോടിമതൈ എന്ന് പറയുന്നത് 1 കിലോമീറ്ററേ ഉള്ളൂ. അല്ല, 2500 കോടി രൂപ കാര്യങ്ങൾ. എന്തോ അദ്ദേഹം സ്റ്റീഫൻ ജോർജ് പറയണത് അദ്ദേഹം ഏതാണ്ട് ആറ്റോമിക് ബോംബോ മറ്റോ ഗവേഷണം നടത്തി ഏതോ കാര്യം കണ്ടുപിടിച്ചു. അത്ര വലിയ മിടുക്കനായിരുന്നുവെങ്കിൽ എന്തിന് അദ്ദേഹം ജനങ്ങളിൽ നിന്നും ഒളിച്ചോടണം? 3 മുന്നണികളുടെയും നേതാക്കന്മാർ കൃത്യമായി ആ കാര്യം വിശദീകരിച്ചു. എന്തുകൊണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക്, ഓരോ മുന്നണികളുടെയും സ്ഥാനാർത്ഥിക്ക് കോട്ടയത്തെ വോട്ടർമാർ എന്തുകൊണ്ട് വോട്ട് ചെയ്യണം എന്നതാണ് അവർ വിശദീകരിച്ചത്. എന്തുകൊണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക്, ഓരോ മുന്നണികളുടെയും സ്ഥാനാർത്ഥിക്ക് കോട്ടയത്തെ വോട്ടർമാർ എന്തുകൊണ്ട് വോട്ട് ചെയ്യണം എന്നതാണ് അവർ വിശദീകരിച്ചത്. എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. അത് ചോദിക്കാനാണ് വോട്ടർമാരിവിടെ ഉള്ളത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ബഹുമാനായ NDAയുടെ നേതാവ് ശ്രീ PC തോമസിനോടാണ് എൻ്റെ ചോദ്യം. അങ്ങ് മുമ്പ് UDF പ്രതിനിധിയായി മൂവാറ്റുപുഴയെ പ്രതിനിധീകരിക്കുന്ന അവസരത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് സമരങ്ങൾക്കെല്ലാം അങ്ങ് ഡൽഹിയിൽ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ കർഷകർ പ്രത്യേകിച്ച് പ്രതിസന്ധിയിലാണ്, പട്ടിണിയിലാണ്. കേരളത്തിലെ കർഷകർ നിരവധി പേർ ഇതിനോടകം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. അവരെ രക്ഷിക്കാൻ അങ്ങയുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കേരള സർക്കാർ ഈ കടങ്ങളെല്ലാം എഴുതിത്തള്ളാൻ മേലെ എന്നങ്ങ് ചോദിച്ചു. ഈ 5 വർഷമായി മോഡി ഗവൺമെൻറ് ഭരണം തുടരുമ്പോൾ ഈ കേരളത്തിലെ കർഷകരെ, ഇന്ത്യയിലെ കർഷകരെ രക്ഷിക്കാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതോടൊപ്പം ഈ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പക്കലേക്ക് ഈ നടപടി മാറ്റിവെക്കാതെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ കർഷകരെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതോടൊപ്പം അങ്ങ് പ്രതിനിധീകരിക്കുന്ന NDA സംഘപരിവാർ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെല്ലാം വേട്ടയാടുന്നു. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത പശ്ചാത്തലം, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഈ രാജ്യം വിട്ടു പോകേണ്ട അവസ്ഥയാണ്. അങ്ങ് ഈ മതന്യൂനപക്ഷങ്ങളെ സംഘപരിവാർ ആക്രമിക്കുമ്പോൾ അങ്ങ് നിശബ്ദനായിരിക്കുന്ന ആ പതിവല്ലേ ഉണ്ടായിരുന്നത്? രണ്ട് കാര്യം. ഒന്ന്, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയമാണെന്ന് അദ്ദേഹത്തിന്റെ ആശയം. മറ്റൊന്ന്, മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തുന്ന വലിയ തോതിലുള്ള കടന്നാക്രമണങ്ങൾ. അത് രണ്ടും, വിശേഷിച്ച് മതന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോട്ടയം പോലുള്ള ഒരു മണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക വിള എന്ന് പറയുന്നത് റബ്ബറാണ്. അപ്പോൾ റബ്ബറിൻ്റെ വില നേരത്തെ ഏതാണ്ട് ഇറക്കുമതി ചുങ്കം 20% ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ ഗവൺമെൻറ് പെട്ടെന്ന് അത് 7.5 കുറച്ചു. അപ്പോൾ ഇഷ്ടം പോലെ ഇറക്കുമതി ചെയ്തു. ഏതാണ്ട് 8 ലക്ഷത്തോളം ടൺ റബ്ബർ ഇവിടെ ഇറക്കുമതി ചെയ്തു. അങ്ങനെ വില താഴോട്ട് പോയി. അതൊരു വലിയ ക്ഷീണം വന്നു. പക്ഷേ
അത് കഴിഞ്ഞപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അവിടെ ഞങ്ങളൊക്കെ ചെന്ന് പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 7.5 എന്നുള്ളത് 20 25 എന്ന് പറയുന്ന മാക്സിമത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും വിദേശ വിലയും താഴ്ന്നുപോയി. റബ്ബറിന്റെ ഇറക്കുമതി NDA കാലത്ത് കുറഞ്ഞു എന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത്. റബ്ബറിന്റെ ഇറക്കുമതി വൻപിച്ച തോതിൽ കൂടിയിരുന്നു. കണക്കുകൾ വ്യത്യസ്തമാണ്. അല്ല, കണക്കല്ല പറയുന്നത്, കൂടിയിരുന്നു. അത് കൂടാനുള്ള കാരണം പെട്ടെന്ന് ഇറക്കുമതി ചുങ്കം കുറച്ചതാണ്. അത് മാറ്റിവെച്ച് പഴയതിനേക്കാൾ കൂട്ടിവെച്ചു എങ്കിൽ പോലും അപ്പോഴേക്കും വിദേശ വില ഇന്ത്യനേക്കാൾ വളരെ താഴോട്ട് പോയി. അതുകൊണ്ട് വീണ്ടും ഇറക്കുമതി ചെയ്യുന്നവർക്ക് ചെയ്യാം. പക്ഷേ ഞാൻ പറയാൻ വന്നതല്ല, പുതിയ നയം ആവിഷ്കരിച്ചിരിക്കുന്നതിനകത്ത് റബ്ബർ ഒരു കാർഷിക വിളയായിട്ട് പ്രഖ്യാപിക്കണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃഷിക്കാരുടെ കടം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൃഷിക്കാരുടെ കടത്തെ സംബന്ധിച്ച് ഞാൻ ഓർമ്മിക്കുന്നു, പണ്ട് കേന്ദ്ര ഗവൺമെന്റ് കടമെഴുതി തള്ളുന്ന ഒരു നിയമം വന്നപ്പോൾ കേരളത്തിലെ കൃഷികളൊക്കെ വ്യത്യസ്തമായിരുന്നത് കൊണ്ട് കേരളത്തിൽ 75,000 കോടി അനുവദിച്ചപ്പോൾ വെറും 1000 കോടി പോലും കിട്ടിയില്ല. അതിൻ്റെ കാരണം ഞങ്ങളൊക്കെ വളരെ കൂടുതൽ അന്ന് എതിർത്തിട്ടുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ഈ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ നോക്കിയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ നയം ഓരോ സംസ്ഥാനങ്ങളും അത് ചെയ്യട്ടെ, പക്ഷേ സംസ്ഥാനങ്ങളെ സഹായിക്കും. അങ്ങനെ 7 8 സംസ്ഥാനങ്ങൾ കടം എഴുതി തള്ളിക്കഴിഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും അധികം ശക്തമായിട്ട് ഉള്ള നിലനിൽപ്പിന് ഉള്ള വേദി തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് സംശയമൊന്നുമില്ല. അതിനാൽ ന്യൂനപക്ഷങ്ങൾക്കൊന്നും അങ്ങനെ പരാതിയില്ല. എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്കല്ല, ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ന്യൂനപക്ഷങ്ങൾ എന്നുള്ളതല്ല, പലരെയും വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ആക്രമിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ചെറിയൊരു വാക്ക് തർക്കമാണ് അവസാനം ഒരു വർഗീയ വിദ്വേഷം. കൊലപാതകങ്ങൾ നടത്തുന്നവർക്ക് സർക്കാർ ജോലി കൊടുക്കുന്ന സ്ഥലത്തിലേക്ക് കേന്ദ്ര ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും മാറുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? അതെങ്ങനെ കണ്ണടയ്ക്കും? അങ്ങനെ ഒരുപക്ഷെ എനിക്ക് ഒരറിവുമില്ല, അങ്ങനെ സർക്കാർ ജോലി കിട്ടത്തില്ല. എനിക്കിവിടെ ചോദിക്കാനുള്ളത് LDFിൻ്റെ അല്ലെ CPMൻ്റെ പ്രതിനിധി ശ്രീ രഘുനാഥ് സാറിനോടാണ്. നമ്മളിപ്പോൾ നാട്ടിൽ എതിരെ നടന്നാലും കാണാം, LDF സർക്കാർ 1000 ദിവസം പിന്നിട്ടു. വളരെ സന്തോഷകരമായ ദിവസങ്ങൾ. ഇന്നിപ്പോൾ KSRTC കണ്ടു കഴിഞ്ഞാൽ അതേ മുഴുവൻ പരസ്യമാണ്. ഏകദേശം 15 കാര്യങ്ങൾ അതേ കൊടുത്തിട്ടുണ്ട്. വിലക്കയറ്റം പിടിച്ച് നിർത്തിയെന്ന് വരെ അതേ കൊടുത്തിട്ടുണ്ട്. ഈ LDF സർക്കാർ വന്ന 1000 ദിവസത്തിനകം 2 ചോദ്യം എനിക്കുണ്ട്. ഈ 1000 ദിവസത്തിനകം സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമെങ്കിലും ചെയ്തതായിട്ട് LDFിൻ്റെ പ്രതിനിധിക്കൂടെ പറയാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കണ്ടതാണ്, ഈ ശബരിമല സീസൺ വന്നപ്പം ഭക്തരെ ഇട്ട് തല്ലിച്ചതച്ചില്ലാത്ത പ്രശ്നങ്ങൾ ഈ സർക്കാർ ഉണ്ടാക്കി. ഇത് തുടങ്ങി വെച്ച സമയത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു വിശ്വാസികൾ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അതിന് ചോദ്യത്തിലേക്ക് വരുന്നത് കാര്യം പറയട്ടെ, വിശ്വാസികളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ശബരിമല പ്രശ്നം ഉണ്ടായ സമയത്ത് ഇതിനെ ഇറങ്ങി തിരിച്ചവരെല്ലാം സംഘപരിവാർ ആണെന്നാണ് CPMന്റെ LDFന്റെ പറച്ചില്. അങ്ങനെയാണെങ്കിൽ ഈ CPMഉം LDF സർക്കാരും ഏത് തരം വിശ്വാസികളുടെ കൂടെ ആണെന്നുകൂടെ സാർ പറയണം. പ്രധാനപ്പെട്ട വിഷയം ശബരിമല. മറ്റൊന്ന്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ഈ 1000 ദിവസം പിന്നിട്ടപ്പോഴും നിങ്ങളുടെ സർക്കാർ ചെയ്തില്ല. 1000 ദിനങ്ങൾ പിന്നിട്ട ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നത് ചുറ്റുവട്ടം ഒന്ന് നോക്കിയാൽ മതി. എവിടെയാണോ പരിപാടി നടക്കുന്നത് അതിൻ്റെ ചുറ്റുവട്ടം നോക്കിയാൽ കാണാൻ കഴിയും. എന്താ കാര്യം? ഏത് മേഖലയിലാണ് ഈ ഗവൺമെൻറ് പരിരക്ഷ നൽകാതിരുന്നത്? ക്ഷേമ പെൻഷൻ മുതൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വികസന പ്രവർത്തനം വരെ നടന്ന കാലയളവാണ് ഈ 3 വർഷം. കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളം ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉന്നത നിലവാരമുള്ള വിമാനത്താവളം. പണ്ട് ഉമ്മൻചാണ്ടി ഏതോ ഒരു ഹെലികോപ്റ്ററിൽ, അത് വേണേൽ കാർഗിലിൽ പോലും പോയി ഇറങ്ങാവുന്ന നാവികസേനയുടെ ഹെലികോപ്റ്ററിൽ 5 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തതാണ്. അത് അല്ല കാര്യം അത് പൂർത്തീകരിച്ചു എന്നാ അത് അതെന്താ കൊണ്ടുവന്നു. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം കൊണ്ടുവന്നൊരു സാധനം ഇതിന്റെ മോളിൽ ഇരിപ്പുണ്ടല്ലോ, കൊണ്ടുവന്നത് കൊണ്ടാണോ അത് പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത്? യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി. ഈ ഇന്ത്യ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗവൺമെന്റിന് കൊടുത്ത വാഗ്ദാനങ്ങൾ, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റും ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്ത് ചെയ്തു എന്നത് പരിശോധിക്കുകയും അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആ ഗവൺമെന്റാണ് ഈ കേരളത്തിൽ. നിങ്ങൾ സ്കൂളുകളിൽ പോകുന്നുണ്ടോ? നിങ്ങൾ ആശുപത്രിയിൽ പോകുന്നുണ്ടോ? നിങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നാട്ടിലെ റോഡ് കണ്ടിട്ടുണ്ടോ?
ഇതൊന്നും കാണാതെ അന്ധനാനയെ കണ്ടതുപോലെ രാഷ്ട്രീയ പ്രേരിതമായി ചർച്ചയ്ക്ക് വന്നിരുന്ന് ഗീർവാണം മുടക്കുവാൻ ലജ്ജയും നാണവുമുള്ള ശബരിമല എന്താ പ്രശ്നം? ഇദ്ദേഹം പറയുന്നത് കേട്ടു, ഗവൺമെന്റ് ആരാണ്ടൊക്കെ തല്ലി തകർത്തുന്നു. ആരെയാ തകർത്തത്? ശബരിമലയുടെ തിരുസന്നിധാനത്തിൽ പിഞ്ചോമന കുഞ്ഞുമായി വന്ന 52 വയസ്സ് പ്രായമുള്ള സ്ത്രീയുടെ തലയിലേക്ക് പിണറായി വിജയനല്ല തേങ്ങ എറിഞ്ഞത് സംഘപരിവാർ അക്രമികളാണ്. അത് ഈ കേരളം കണ്ടു. സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന് എല്ലാ ദിവസവും ശബരിമലയിൽ കയറണം. ഏത് വിശ്വാസത്തിന്റെ ഭാഗമായി? തില്ലങ്കേരി എന്ന് പറയുന്ന നേതാവ് 18-ാം പടിയുടെ തിരുനടയിൽ തിരിഞ്ഞു നിന്ന് പ്രസംഗിക്കുകയാണ്. ഏത് വിശ്വാസത്തിന്റെ ഭാഗമായി? എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്ന നയം തന്നെയാണ് CPM-നും ഇടതുപക്ഷ മുന്നണിക്കും. ആ ഗവൺമെന്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു വിശ്വാസത്തെയും ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ ശബരിമല ഏതെങ്കിലും തരത്തിൽ LDF-ന്റെ വിജയ സാധ്യതയെ ബാധിക്കുമോ? ഒരു തരത്തിൽ. എന്തിനു നിങ്ങൾ പറയണു? പന്തളത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ ഗീർവാണം മുടക്കുന്ന BJP-ക്കാരന് കിട്ടിയത് 7 വോട്ടാണ്. അവിടെ ജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പ്രതിനിധിയോടാണ് ചോദ്യം. ഇവിടെ നല്ല ദിനങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു നരേന്ദ്രമോദി വന്നപ്പോൾ. ഒരു 15 ലക്ഷം രൂപ അക്കൗണ്ട് ഇടുമെന്നും പറഞ്ഞിരുന്നു. അത് എവിടം വരെ? ഇപ്പം 6000 രൂപയുടെ കാര്യം ഇപ്പം പറഞ്ഞ് ആദ്യമേ ഇൻട്രഡക്ഷനിൽ പറഞ്ഞു പോയി. ആ 15 ലക്ഷം രൂപയുടെ അവസ്ഥ എന്താണ്? 2, നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ ദളിതര ന്യൂനപക്ഷം ഇവിടെ ചർച്ചയ്ക്കൊക്കെ പറഞ്ഞു. നിങ്ങൾ ചെറിയ സംഭവമായിട്ടാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ദളിതരെയും പിന്നോക്കക്കാരെയും ഒക്കെ ഉപദ്രവിക്കുന്നതും തല്ലിക്കൊല്ലുന്നതും കണ്ടത്. അതിൽ നിങ്ങളുടെ നയം എന്താണ്? അതായത് കേരളത്തിൽ നിൽക്കുമ്പോൾ NDAയുടെ ഘടകകക്ഷിയാകുമ്പോൾ ആ എടുക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ നയം എന്താണ്? 2, ഇവിടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഇപ്പോൾ അധികാരത്തിൽ, നമ്മുടെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം പശുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഇപ്പം മിനിഞ്ഞാന്ന് അവിടെ പുതിയ ഗോസംരക്ഷകർക്ക് അനുകൂലമായി വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു. 2, മധ്യപ്രദേശിൽ 3 പേരെ പശുവിന്റെ രീതിയിലുള്ള ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുന്നു. എന്താണ് അതിൽ നിങ്ങളുടെ കള്ളപ്പണ നിയന്ത്രണവും മതന്യൂനപക്ഷങ്ങൾക്കെതിരായ വേട്ടയാടലും? 1,30,000 കോടി രൂപ നമ്മുടെ ഖജനാവിലേക്ക് വന്നത് അന്നത്തെ ചില നടപടികളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വന്നതുകൊണ്ട് നമ്മുടെ പണം അക്കൗണ്ടഡ് ആകുന്നത് കൊണ്ട് നമ്മുടെ പണത്തിന്റെ ഒരു വിഹിതം സ്റ്റേറ്റിലേക്ക് വരികയാണ്. അങ്ങനെ സ്റ്റേറ്റിലേക്ക്, ഗവൺമെന്റിലേക്ക് വരുന്നത് കൊണ്ട് ഇതുപോലെ ധാരാളം ജനകീയ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നുണ്ട്. അതിനു മുമ്പ് അങ്ങനെ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ കോട്ടയത്ത് ഒരു ബൈപ്പാസ് വേണം എങ്കിൽ ബൈപ്പാസിന് ചോദിച്ചാൽ പണമില്ല എന്ന് പറയുന്ന രീതി മാറി. വേണ്ടി വന്നാൽ ശക്തമായിട്ട് ഉന്നയിച്ചാൽ കോട്ടയത്ത് ഒരു 4 ബൈപ്പാസ് കിട്ടാനായിട്ട് പറ്റും. അക്കൗണ്ടിലേക്ക് എന്ന് പറഞ്ഞ 15 അല്ല അതിനേക്കാൾ കൂടുതൽ ഈ രീതിയിൽ വരും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതല്ലാതെ നരേന്ദ്രമോദി ചോദ്യകർത്താവിന്റെ പോക്കറ്റിൽ കൊണ്ടുപോയി 15 ലക്ഷം ഇടുമെന്നാണോ വിചാരിച്ചത്? അങ്ങനെയല്ല. അതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ 15 ലക്ഷം വരുന്നതില് 5 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഇപ്പോൾ വന്നപ്പോൾ അവിടെ തന്നെ 5 ലക്ഷം വന്നു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം UDF പറഞ്ഞോട്ടെ. അതായത് PC തോമസ് എത്ര ഉച്ചത്തിൽ ഇവിടെ പറഞ്ഞാലും ഇവിടുത്തെ കൃഷിക്കാരുടെ വേദന മാറിയല്ല. ഭരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം. 5 വർഷം കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഞങ്ങളൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. 2000 രൂപ പോക്കറ്റിലിട്ട് കൊടുത്താൽ 15 ലക്ഷം രൂപ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഓരോരുത്തർ പോക്കറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഡിമോണിറ്റേഷൻ നടത്തി. എന്താ ചെയ്തേ? ഡിമോണിറ്റേഷൻ നടത്തിയിട്ട് എത്ര പേര് ക്യൂ നിന്ന് പണമെടുക്കാൻ, അവനവൻ കഷ്ടപ്പെട്ട് ബാങ്കിലിട്ട് പണമെടുക്കാൻ നമ്മുടെ റൈറ്റാണ്. അതിനുവേണ്ടി ക്യൂ നിന്ന് എത്ര പേരുണ്ട് മരിച്ചു. നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? 1. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ഇവിടെ PC തോമസ് പറഞ്ഞത് മുഴുവൻ UP ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ UP ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റാ. അത് എഴുതി തള്ളുന്നത് മുഴുവൻ കോൺഗ്രസ് ഗവൺമെന്റാ. UP ഇപ്പോൾ കോൺഗ്രസ്, സോറി മധ്യപ്രദേശിലെ കാര്യമാണ് പറയുന്നത്. മധ്യപ്രദേശിലെ എഴുതി തള്ളുന്നത് അങ്ങനെയാണ്. ഇവിടെ സഹോദരൻ ചോദിച്ചല്ലോ, അവിടെ മധ്യപ്രദേശിലേതോ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഞാൻ മധ്യപ്രദേശിലെ കാര്യമാണ് പറഞ്ഞത്. അവിടെ പിന്നെ പാവപ്പെട്ട ദളിതനെതിരെ കേസെടുത്തെന്ന് പറഞ്ഞു. അതത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അത് കോൺഗ്രസിന് നയമല്ല. കഴിഞ്ഞ 5 വർഷമായി BJP കേന്ദ്രം ഭരിക്കുന്ന BJP ചെയ്ത എന്താണ്? പിന്നോക്കക്കാരനെ, സാധാരണക്കാരനെ വഴിയിലിട്ട് അടിച്ച് കൊല്ലുകയല്ല ചെയ്തത്. എന്റെ ചോദ്യം UDF-ന്റെ പ്രതിനിധിയോടും BJP-യുടെ പ്രതിനിധിയോടാണ്. UDF-ന്റെ പ്രതിനിധി ജോസ് കെ മാണി 2500 കോടിയുടെ വികസന പ്രവർത്തനം നടത്തിയെന്നാണ് പറയുന്നത്. ഈ 2500 കോടിയുടെ വികസന പ്രവർത്തനം നടത്തി നമുക്ക് നല്ലൊരു കുടിവെള്ള പദ്ധതി ഉണ്ടോ? അതേപോലെ തന്നെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ഇടപെടലാണ് ജോസ് കെ മാണി എന്ന നിലയ്ക്ക് നടത്തിയത്? അതേപോലെ തന്നെ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം കണ്ടപ്പോൾ
ഈ ജോസ് കെ മാണി എത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു? ഞാൻ ചോദിക്കട്ടെ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ വിവിധ മേഖലകളിൽ നമ്മൾ ക്യാമ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അവിടെ എങ്ങും ഈ ജോസ് കെ മാണിയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രവർത്തനങ്ങളോ ഞങ്ങൾ കണ്ടിട്ടില്ല, കാണത്തില്ല. കാരണം കാണാൻ കഴിയാത്ത സാധനം ഇല്ല, കാണുന്നില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ ഒരു ഫോട്ടോയും കൂടെ ഇതാണ് ചോദ്യം. MP കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ശ്രീ PC തോമസിനുള്ള ചോദ്യം, താങ്കൾ നേരത്തെ ഒരു പാർട്ടിയിൽ നിൽക്കും, അവിടുന്ന് അധികാരങ്ങൾ വാങ്ങിച്ചിട്ട് അടുത്ത പാർട്ടിയിലോട്ട് പോകും, വീണ്ടും അവരുടെ ഭരണം പോകുമ്പോൾ അടുത്ത പാർട്ടിയിലോട്ട് വരും, വീണ്ടും അവിടുത്തെ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ ചേട്ടാ അതിന് മറുപടി പറയാനുള്ള ശേഷി നിങ്ങളുടെ നേതാവിനുണ്ട്. അല്ല, നേതാവിന് മറുപടി ശരി പറയുന്നത് ഒന്ന് BJP പോവും, ഇടതുപക്ഷത്തിൽ വരും, കോൺഗ്രസിലോ, ഇവരുടെ എല്ലാ അധികാരത്തിന്റെ അപ്പക്കാട്ടിൽ തിന്നതിന് ശേഷം വീണ്ടും ഇത് നേരത്തെ നിങ്ങൾ BJP ഇപ്പോഴും BJPക്ക് വേണ്ടി സംസാരിക്കാൻ എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്? എന്താണ് രാഷ്ട്രീയ നയം? ഇതാണ് ചോദ്യം. മാറി മാറി രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയ നയം എന്താണ്? ഏത് അപ്പകഷണത്തിന് വേണ്ടിയാണ് CPM ബംഗാളിൽ കോൺഗ്രസിന്റെ കൂടെ കൂടുന്നത്? ഏത് അപ്പകഷണത്തിന് വേണ്ടിയാണ്? രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ ചർച്ച ചെയ്യാം, പക്ഷേ സമയം തരണം. രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ടൈം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയാം. ഞാൻ ഉൾപ്പെട്ട ഒരു മുന്നണിയിൽ ഒരു പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കി. ആ പുറത്താക്കിയപ്പോൾ പിന്നെയും അവിടെ നിൽക്കണം എന്നാണോ നിർബന്ധിക്കുന്നത്? അങ്ങനെ പറ്റിയിട്ടില്ല. അങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ പൊതുപ്രവർത്തകർ തീരുമാനമെടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പാർട്ടി ആലോചിച്ച് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. UDF ചോദ്യം ചോദിച്ചു, ജോസ് കെ മാണി MP കാണാനില്ല, അതിനുള്ള വിശദീകരണം. ജോസ് കെ മാണിയാ എന്റെ സഹോദര, നിങ്ങൾ കാണുന്നില്ലായിരിക്കും, കോട്ടയത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. ഞാനൊന്ന് പറയട്ടെ, അല്ല അങ്ങനെ പോകാനാണ് ഞാൻ നിർത്തിയേക്കാം. നിങ്ങളിപ്പോ കേട്ടിട്ട് നിങ്ങൾ വെള്ളം ഉണ്ടാക്ക്. അതായത് ഇവിടെ ക്യാമ്പിൽ ജോസ് കെ മാണി കോട്ടയത്ത് ഇന്ന് നിറസാന്നിധ്യമാണ്. ഞാനാണ് അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ ക്യാമ്പിലും പോയത്. ലക്ഷക്കണക്കിന് രൂപ ക്യാമ്പുകളിൽ കൊണ്ട് ഞങ്ങളാണ് വിതരണം ചെയ്തത്. ലോകസഭ അംഗമായിരിക്കെ 8 മാസം ശേഷിക്കെ എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ടാത്ത രാജ്യസഭയിലേക്ക് പോയത്? ഒളിച്ചോടിയെന്നാണ് അദ്ദേഹം പോയത് എന്ന് ഞാൻ ചോദിക്കുന്നു. എന്തിനാ ഒളിച്ചോടേണ്ട കാര്യം? ഞാൻ ഇന്നലെ തിരുനക്കര നിന്ന് ഒരാൾ പ്രസംഗിക്കുകയാണ്, ഒരു നേതാവ്, ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. എന്താ പ്രസംഗിച്ച്? നമുക്ക് 5 കോടി രൂപ നഷ്ടപ്പെട്ടു, MP രാജിവെച്ചുകൊണ്ട്. പ്രിയ സുഹൃത്തെ, 5 കോടിയേക്കാൾ വലുതാണ് 30 കോടി എന്ന് ഈ പ്രസംഗിക്കുന്നവരെ പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. 30 കോടി രൂപയാണ് രാജ്യസഭയിലേക്ക് ജോസ് കെ മാണി പോകേണ്ട ഈ മണ്ഡലത്തിൽ, ഈ ജില്ലയിൽ അനുവദിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലല്ല, അഡ്മിറ്റ് ചെയ്തല്ല. 250 2500 കോടി രൂപ വികസനം നടത്തില്ലേ? 2500 കോടി രൂപ വികസനം. ഞാൻ എൻ്റെ സുഹൃത്ത് ഇച്ചിരി മുമ്പ് പറഞ്ഞല്ലോ, 5 കോടി രൂപ കേന്ദ്ര ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹം എന്നാ പറഞ്ഞത്? ആറ്റമിക് ബോംബ് പൊട്ടിച്ചെന്ന്. അങ്ങനെയല്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നത്? പിന്നെ ആരുടെ കുഴപ്പമായി ഇങ്ങനെ മനസ്സിലാക്കിയ? എനിക്ക് രഘുനാഥന് പറയാനുള്ള കാര്യം, ഞങ്ങൾ 3 വർഷം കഴിയുമ്പോൾ അധികാരത്തിൽ വരും. അങ്ങനെ അപ്പോൾ ഉദ്ഘാടനം ചെയ്യാനെങ്കിലും നിങ്ങൾ എന്തെങ്കിലും തുടങ്ങി വെക്ക്. ഞങ്ങൾ തുടങ്ങിയ കണ്ണൂരല്ലേ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്? UDF തുടങ്ങിയതാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങൾക്കും ഉദ്ഘാടനം ചെയ്യണ്ടേ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആരംഭിക്കേ. ഗവൺമെന്റുകൾ എന്ന് പറയുന്നത് തുടർച്ചയാണ്. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് മാറി കഴിയുമ്പോൾ സൃഷ്ടിച്ചതുപോലെ അതിന് മുൻപുള്ളതെല്ലാം അങ്ങ് അവസാനിപ്പിക്കലല്ല. നല്ല പദ്ധതികൾ ഏതോ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഡൈനാമിക്കായ എനർജറ്റിക്കായ ഒരു ഗവൺമെന്റിന്റെ കടമ. ഇവിടെ ഞങ്ങൾ പറഞ്ഞ കാര്യം, ജനങ്ങളുടെ മുൻപിൽ എന്തെല്ലാമാണോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞത് അത് 5 വർഷത്തിനുള്ളിൽ 100% പൂർത്തീകരിക്കും എന്ന ഉറപ്പുള്ള മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മുടങ്ങിക്കിടന്ന ചില പദ്ധതികൾ നിങ്ങൾ നടപ്പിലാക്കിയെന്ന് ഞാൻ പറയട്ടെ, വീട് കൊല്ലം മുടങ്ങിക്കിടക്കും ബൈപ്പാസ്. എന്താ പ്രശ്നം? ബൈപ്പാസിന് വേണ്ടി 2.5 വർഷം കൊണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ മുഴുവൻ വിഹിതവും മുടക്കി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുടങ്ങിക്കിടക്കുന്ന വീടുകൾ 47,000-ലധികം പൂർത്തീകരിച്ചു. ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ UDF നേതാക്കന്മാരോ 100 കണക്കിന് പദ്ധതികൾക്ക് കല്ലിടും. ഉമ്മൻചാണ്ടി കല്ലിടാത്ത പദ്ധതികൾ ഏതെങ്കിലും പുതുപ്പള്ളി മണ്ഡലത്തിലുണ്ടോ? പൂർത്തീകരിച്ചു എന്ന് പറയുന്ന പദ്ധതി എത്രയുണ്ട്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കല്ലിടാത്ത പദ്ധതി ഉണ്ടോ? ഈ കോട്ടയം പട്ടണത്തിൽ ഏതെങ്കിലും ഒരു പദ്ധതി പൂർത്തീകരിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇത് ആരംഭിക്കലല്ല, നിശ്ചിതമായ പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മുന്നണി ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. അത് പൂർത്തീകരിക്കും എന്നുള്ളത് ജനങ്ങൾക്ക് 100% വാഗ്ദാനം നൽകൽ മാത്രമല്ല, പ്രാവർത്തികമാക്കുക കൂടിയാണ് LDFന്റെ നയം എന്നാണ് അദ്ദേഹം. ഒറ്റ ചോദ്യമുള്ളൂ സാർ, ഞാൻ ഒരു കർഷകനാണ്. ഇവിടെ ഇരിക്കുന്ന പകുതി ആൾക്കാരും കർഷകരാണെന്ന്, ഒട്ടുമുക്കാൽ ആൾക്കാരും കർഷകരാണെന്ന് കരുതുന്നു. അതിന് ചോദ്യം, സാറ് മോദിജിയെ കാണുമ്പോൾ പറയണം 6000 രൂപയുടെ കാര്യം. ഒരു കർഷകന് വേണ്ടി ഇത് 6000 രൂപയല്ല, അവനെ ഒരു ദിവസത്തെ കൂലിക്കത്ര 17 രൂപയെങ്ങാണ്ട് വരും, അല്ലേ സാർ? ശരിയാണോ?
ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഈ കാര്യം ചെയ്തത് കർഷകന് ഗുണമാണ് എന്നാണ് PC സാർ പറയുന്നു എന്നാണ് എന്റെ ചോദ്യം. മറുപടി പറയാം. ഈ നയം 6000 രൂപ മോഡിജി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. വേറെ ആരും 1 രൂപ പോലും കൊടുത്തില്ലല്ലോ. 1000 കൊടുത്തോ? ഇല്ലല്ലോ. ഇതിന് മുമ്പുള്ള ഗവൺമെന്റ് കൊടുത്തോ? അതിന് മുമ്പുള്ള ഗവൺമെന്റ് കൊടുത്തോ? 1000 പോലും കൊടുത്തില്ലല്ലോ. 100 രൂപ പോലും കൊടുത്തില്ലല്ലോ. രഘുനാഥിന് പറയാനുള്ളത് ആ 6000 തട്ടിപ്പിന്റെ കഥയാണെന്നാണ്. എന്താണ് പറയുന്നത്? ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പ് 2 മാസം മാത്രം ബാക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു ഇടക്കാല ബഡ്ജറ്റിലൂടെയാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. മെയ് മാസം 26-ാം തീയതി കേന്ദ്ര ഗവൺമെന്റ് കാലാവധി കഴിയും. 15 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു കപട തന്ത്രമാണ്, തട്ടിപ്പാണ് ഈ കൊടുക്കുമെന്ന് പറയുന്ന തുക. ഇവിടെ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആർക്കും കൊടുക്കുകയില്ല. CPM എടുത്തിട്ടുള്ള നിലപാടെന്താ? BJPയെ തൂത്തെറിയണം, അതിന് മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പ്രാദേശിക തലങ്ങളിൽ ഉണ്ടാക്കുന്ന നീക്കുപോക്കേ ഉള്ളൂ. ഒരു മുന്നണി ഒരിടത്തുമില്ല, ബംഗാളിലും മുന്നണിയില്ല. UDFന്റെ പ്രതിനിധി സ്റ്റീഫൻ ജോർജിനോടാണ് എന്റെ ചോദ്യം. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റി ഒത്തിരി വാർത്തകൾ വന്നുകൊണ്ടിട്ടുണ്ട്. അങ്ങയുടെ പേര് അതിനകത്തൊക്കെ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടി പിളരും എന്ന് പറയുന്നത് ശരിയല്ലേ? ഒന്ന്. രണ്ടാമത്, സ്റ്റീഫൻ സ്ഥാനാർത്ഥിയാണോന്നാണോ ചോദിക്കുന്നത്? അതുകൊണ്ട് ആ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ പിളരുമെന്നുള്ളത് അല്ലെ, ഞാൻ ഇതിന് മറുപടി പറയട്ടെ. പിളരുമെന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം മാത്രമാണ്. അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ നിങ്ങളിങ്ങനെ കൊണ്ടുനടക്കുക. അങ്ങനെ പിളരുന്ന പ്രശ്നം ഇല്ല നമ്മുടെ പാർട്ടി. ഒറ്റക്കെട്ട ധൈര്യമായിട്ടിരുന്നോ. ഇന്ത്യ ആര് ഭരിക്കണമെന്നുള്ള തെരഞ്ഞെടുപ്പാണ്. ഇതിൽ CPM ഈ 540 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്ക് എത്ര ശതമാനം സീറ്റിൽ മത്സരിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം മതാചാരങ്ങളെക്കുറിച്ചും ഈശ്വരവിശ്വാസത്തെക്കുറിച്ചും എന്താണ്? മൂന്നാമത്തെ ചോദ്യം, 3 ചോദ്യമേ ഉള്ളൂ. മൂന്നാമത്തെ ചോദ്യം, രാജ്യത്തിന്റെ വികസന കാര്യത്തിൽ ആധുനിക സയൻസ് എപ്രകാരമാണ് നിങ്ങൾ കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ CPM എടുക്കുന്ന നിലപാട് ഇവിടെ ആദ്യം സൂചിപ്പിച്ചു. അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ചോദിച്ചത്. എത്ര സീറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ടെന്നാണ്. എത്ര സീറ്റ് എന്നുള്ളത് ഇപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അല്ല, ആയിക്കോട്ടെ. 1000 കഴുതകൾ ഇരിക്കുന്നിടത്ത് ഒരു പുലി മതി. അതാ CPMന്റെ നയം. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, ജനങ്ങൾ ഞങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്താൽ എവിടെ നിൽക്കണം എന്നാണ് ജനങ്ങൾ ഇച്ഛിക്കുന്നത്, അവിടെ ഞങ്ങൾ നിൽക്കും. ഇന്ന് കർണാടകത്തിൽ കാണുന്നത് പോലെ 5 കോൺഗ്രസിന്റെ MLA-മാർ BJPക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത് പോലെ കാലുവാരുക, ജനങ്ങളെ വഞ്ചിക്കുക എന്ന സമീപനം ഉണ്ടാവില്ല. ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ CPM മുന്നോട്ട് വയ്ക്കുന്നത്, ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് വർഗീയ രാഷ്ട്രീയം രാജ്യത്തിന്റെ മണ്ണിൽ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ്. കാലഹരണപ്പെട്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം മതവിരുദ്ധമാണ് എന്നുള്ളതാണ്. അതിനുള്ള വിശദീകരണം. അത് തെറ്റായി ആ സുഹൃത്ത് ധരിച്ച് വെച്ചിട്ടുള്ള പ്രശ്നമാണ്. മതത്തെ സംബന്ധിച്ച് CPM-ന് വളരെ വ്യക്തമായ സുവ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. മതവിശ്വാസം ഓരോ വ്യക്തിയുടെയും മനസ്സിലുള്ളതാണ്. മതവിശ്വാസം ഓരോ വ്യക്തിയും സ്വന്തമായി പുലർത്തുന്നതാണ്. അത് പുലർത്താൻ ആ വ്യക്തിക്ക് 100% അവകാശമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ മറ്റൊരു വ്യക്തിക്ക് അവകാശമില്ല. സാർ, ഈ കഴിഞ്ഞ പ്രളയത്തില് കേരളത്തിന് 45,000 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങൾ വന്നതായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. അതിലെ അത്ര ഇല്ലെങ്കിലും ഒരു 25,000 കോടി രൂപയെങ്കിലും കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചിട്ട് നമുക്ക് ലഭിച്ചത് വളരെ തുച്ഛമായ തുകയാണ്. ഇത് കേരളത്തിനോടുള്ള നിങ്ങളുടെ സ്പെഷ്യൽ പരിഗണനയാണോ അത് അവഗണനയാണോ? കേരളത്തെ രണ്ടാമത് മുക്കിക്കൊല്ലാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചതെന്നാണ് ആക്ഷേപം. പ്രളയം സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ശരിയായ കണക്ക് കൊടുത്താൽ, ഇപ്പൊ പറഞ്ഞ പോലെ 43,000 നഷ്ടം വന്നിട്ട് 25,000 ചോദിച്ചോളൂ എന്ന് പറയരുത്. അങ്ങനെയുള്ള കണക്ക് കൊടുക്കരുത്. ശരിക്കുള്ള നഷ്ടം അസസ് ചെയ്തുകൊണ്ട് കൊടുത്താൽ അതിന്റെ മാക്സിമം കൊടുക്കുന്ന ഒരു രീതി കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ഫണ്ട് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. ദുരന്തത്തിന് കിട്ടിയ ഫണ്ട് വേറെ കാര്യത്തിന് വിനിയോഗിച്ചില്ലേ, അത് ബോധ്യപ്പെടുത്തുകയും ആരും അങ്ങനെ പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട PC തോമസ് വെറും ഒരു തെരുവ് പ്രാസംഗികനായി മാറുന്നത് ദുഃഖകരമാണ്. അദ്ദേഹം ഇവിടുത്തെ NDA-യുടെ സ്ഥാനാർത്ഥിയാണ് എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. ശ്രീമാൻ PC തോമസ്, BJP ഗവൺമെന്റ് എന്തുകൊണ്ട് UAE ഗവൺമെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞ പണം നഷ്ടമാക്കി കളഞ്ഞു? പ്രളയത്തെ നേരിടാൻ UAE സർക്കാർ നമുക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പണം
വാങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ തടസ്സം എന്നുള്ളതാണ്. അത് തന്നെയല്ല, ഇവിടുത്തെ മന്ത്രിമാര് പോകാൻ നോക്കിയിട്ട് അവർക്ക് പെർമിഷൻ കൊടുത്തില്ല. രണ്ടാമത് എന്തുകൊണ്ട്? ഈ കേരളത്തിനോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ഇവരിങ്ങനെ മതിയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. ഡിപ്ലോമാറ്റിക് ലെവലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡിപ്ലോമാറ്റിക് ലെവലിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അവിടെ നിന്ന് തന്നെ ഡിപ്ലോമാറ്റിക് ലെവലിൽ വരണം. അങ്ങനെ വന്നതായിട്ട് തോന്നുന്നില്ല. ഇവിടെ പിണറായി വിജയൻ പോയി പറഞ്ഞാൽ പോരാ, അതിന് പറയേണ്ട ആളുകൾ അവിടെ നിന്ന് പറയണം. അങ്ങനെ വരുമ്പോഴാണ് വിലയിരുത്തപ്പെടുക. രണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതിന് ഡിപ്ലോമാറ്റിക് ലെവലിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് മറ്റൊരു രാജ്യത്ത് നിന്ന് പണം വാങ്ങുന്നത് എന്ന് ഉള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഉള്ള ചില പോളിസിയുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം. അത് വ്യക്തമായിട്ട് ഉള്ള പോളിസിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതാണ്. അത് കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടപ്പം? അത് കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ട്? പണം കിട്ടുന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ ചട്ടങ്ങൾക്കും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും അനുസരണമായിട്ട് മാത്രമേ നമുക്ക് നീങ്ങാൻ പറ്റൂ. അതിനനുസരണമായിട്ട് അല്ലാത്ത രീതിയിൽ ഉള്ള നീക്കം നടത്താനായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. ശ്രീ ടി ആർ രഘുനാഥനാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ പരസ്യ ബോർഡുകളിലെല്ലാം കണ്ടു, ഒന്നാമതാണ് കേരളം. പ്രിയപ്പെട്ട രഘുനാഥനോടുള്ള എൻ്റെ ചോദ്യം, ഏത് കാര്യത്തിലാണ് നമ്മൾ ഒന്നാമതായത്? ഇവിടെ വനിതാ മതിലും കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തി ജനങ്ങളെ രണ്ടാക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതിന് പകരം നിങ്ങൾ ജനങ്ങളെ ഒന്നാക്കാൻ എന്തെങ്കിലും നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ? കേരളം 57 ശേഷം നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന ഘട്ടത്തിലൂടെ ജനങ്ങളെ എല്ലാവരെയും യോജിപ്പിച്ച് കടന്നു പോകുന്ന കാലയളവാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നത്. ഇവിടെ കേരളം കഴിഞ്ഞ 3 വർഷ കാലയളവിൽ നേടിയെടുത്ത പുരസ്കാരങ്ങളുടെ എണ്ണം നിങ്ങളത് പരിശോധിക്കും. ഇത് പറയുമ്പോൾ അസഹിഷ്ണുതകളുണ്ട്, കാര്യമില്ലെന്ന്. ഇത് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നിഷേധിക്കൂ. ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, പണം കിട്ടുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഡിപ്ലോമാറ്റ് ആകണം, അതിന് ഡിപ്ലോമസി ഉണ്ട്, അതുകൊണ്ട് ഇതൊന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞല്ലോ. വിദേശ രാജ്യത്ത് കിടന്ന 146 വരെ വിമോചിപ്പിക്കാൻ ഇടപെടാൻ കെൽപ്പുള്ള പിണറായി വിജയന് ഈ പ്രളയക്കെടുതി ഉണ്ടായ സന്ദർഭത്തിൽ ഇവിടെ പണം കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യാൻ കെൽപ്പില്ലെന്നായി ബഹുമാനപ്പെട്ട പി.സി. തോമസ് പറഞ്ഞു. ഇത് ബി.ജെ.പിക്കാരുടെ കുടുംബ സ്വത്തല്ല ചോദിക്കണത്. ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായി ഈ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച ഒരു ദുരിതത്തിന് സഹായമാണ് ചോദിച്ചത്. അത് ആരുടെയും സ്വകാര്യ സ്വത്തല്ല. ഇവിടെ കിട്ടിയ കാശ് ആർക്ക് കൊടുത്തെങ്കിലും കണക്ക് രേഖാമൂലം ചോദിക്കൂ. നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? CPM-കാരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ചോദിക്കൂ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ആശയങ്ങൾ വർഗീയവാദികൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ജനങ്ങളെ ഒന്നിപ്പിക്കണം. അതിന് മതിലെങ്കിൽ മതിൽ, ജനകീയ ഐക്യമെങ്കിൽ ഐക്യം, അത് ഉയർത്തിക്കൊണ്ട് വരും. അതിന് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഇനിയുള്ളത് 3 മുന്നണികളുടെ നേതാക്കൾക്കും ഓരോ മിനിറ്റ് വീതം ഓരോ വാചകം പറയാനുള്ള അവസരമുണ്ട്. എന്തുകൊണ്ട് അവസാനമായി ഈ ചർച്ച കേട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വോട്ടർമാരുടെ ചോദ്യങ്ങളും പരാതികളും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പറയാം, എന്തുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക്, 3 മുന്നണികളുടെ സ്ഥാനാർത്ഥിക്ക് എന്തിന് കോട്ടയത്തെ വോട്ടർമാർ വോട്ട് ചെയ്യണം? ഈ നാട്ടിൽ നടന്നിട്ടുള്ള വികസനത്തിന് വോട്ട് ഞങ്ങൾ ചോദിക്കുന്നു. ഒരു കാലത്ത് നടക്കാത്ത വികസനം കോട്ടയത്ത് നടന്നു, അതിനാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. രണ്ട് ഇന്ത്യ കണ്ടതിൽ വെച്ച് രണ്ടാമത്തെ ഭാഗം കൂടെ കേൾക്ക്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വർഗീയത വളർത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി നമ്മുടെ സെക്യുലറിസം നിലനിർത്താൻ, നമ്മുടെ ഭരണഘടന നിലനിർത്താൻ, നമ്മുടെ സമ്പദ്ഘടന നിലനിർത്താൻ ഒരു പുതിയ ഗവൺമെൻറ് കേന്ദ്രത്തിലുണ്ടാകണം. അതിനുവേണ്ടി ഞങ്ങൾ വോട്ട് ചോദിക്കുന്നു. NDA പ്രതിനിധി പി.സി. തോമസ്, എന്തുകൊണ്ട് എന്തുകൊണ്ട് NDA മുന്നണി സ്ഥാനാർത്ഥിക്ക് കോട്ടയത്തെ വോട്ടർമാർ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം? 1 മിനിറ്റിൽ. കോട്ടയത്തിൻ്റെ വികസനത്തിനും അതുപോലെ കോട്ടയത്തുള്ള വിവിധ മേഖലയിലുള്ള ആളുകളുടെ ക്ഷേമകാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും NDA ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതുകൊണ്ട് NDA ഗവൺമെൻറ് വരികയാണ് ഏറ്റവും അഭികാമ്യം. കോട്ടയത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഒരു നാണയം അടിച്ചത്, അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി വേണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഇവിടെ കാലാകാലങ്ങളിലായിട്ട് കിട്ടാതിരുന്ന ഒരു ആനുകൂല്യം നേടിയെടുക്കുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ അനുകൂലമായി പ്രതികരിച്ചത്, അതുപോലെ മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അവസരത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേകമായിട്ടുള്ള താല്പര്യം കാട്ടിയത്, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ
പല രീതിയിൽ എല്ലാവരെയും കണക്കിലെടുക്കുന്ന ഒരു ഗവൺമെന്റ് LDF ഗവൺമെന്റ് ആണ് എന്ന് കാണാൻ കഴിയും. എന്തുകൊണ്ട് LDF വോട്ട് ചെയ്യണം? കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ സമ്പൽ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ കൃഷിക്കാരാണ്. അതിൽ തന്നെ റബ്ബർ കൃഷിക്കാരാണ് മഹാഭൂരിപക്ഷവും. ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തടക്കം വളരെ വേദനയോടുകൂടി ആ കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് റബ്ബർ അധിഷ്ഠിത വ്യാവസായിക പാർക്ക് 200 ഏക്കർ സ്ഥലം കണ്ടെത്തി ഈ കോട്ടയത്ത് ആരംഭിക്കാൻ തീരുമാനിക്കണം. ഇവിടെ മുതലക്കണ്ണീരൊഴുക്കി ഞങ്ങൾ കൃഷിക്കാരുടെ പക്ഷത്താണ് എന്ന് പറഞ്ഞ് അവരെ കാലാകാലങ്ങളായി വേട്ടയാടിക്കൊണ്ടിരുന്നവരും അവരുടെ ഊട്ട് തട്ടിയെടുത്തവരുടെയും യഥാർത്ഥ മുഖം കോട്ടയത്തെ ജനങ്ങൾ തിരിച്ചറിയും. കേരളത്തിലെ വികസന സങ്കല്പങ്ങൾ പൂർത്തീകരിക്കുവാനും ഇവിടുത്തെ കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുവാനും തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ അംഗീകരിക്കും എന്ന കാര്യം 100% ഉറപ്പാണ്. സമയം അവസാനിച്ചതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഒരു കാര്യം ഉറപ്പാണ്, കുംഭച്ചൂടിനെ വെല്ലുന്ന ചൂടാണ് കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത്. ഏതായാലും മറ്റൊരു മണ്ഡലത്തിലേക്ക് നാളെ പടക്കളവുമായി വീണ്ടും ഞങ്ങളെത്തും.